മദർ ഹോലെ. ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു വിധവ താമസിച്ചിരുന്നു. അവർക്ക് 2 പെൺകുട്ടികളുണ്ടായിരുന്നു. മൂത്ത പെൺകുട്ടിയുടെ പേരായിരുന്നു സ്റ്റെല. സ്റ്റെല നല്ല മനസ്കയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവളുമായിരുന്നു. ചെറിയ മോളുടെ പേരായിരുന്നു ബെല. ക്രൂരയും അലസയുമായിരുന്നു അവൾ. ആ സ്ത്രീ ഇളയ മകളെ കൂടുതൽ സ്നേഹിച്ചിരുന്നു. കാരണം അത് അവരുടെ സ്വന്തം മകളായിരുന്നു. മൂത്ത മകൾ ദത്തുപുത്രിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്റ്റെലയെ കൊണ്ട് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുമായിരുന്നു, ഒരു വേലക്കാരിയെ പോലെ. സ്റ്റെല്ല, ഈ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കൂ. നീ ഇതുവരെ വെളിയിൽ പോയി നൂല് നെയ്തിട്ടില്ല. ബെല്ല, അടുത്തേക്ക് വാ മകളെ. നിനക്ക് വിശക്കുന്നുണ്ടാവും, എന്തെങ്കിലും കഴിക്കൂ. സ്റ്റെല പെട്ടെന്ന് വീട്ടുജോലിയെല്ലാം തീർത്ത് വെളിയിൽ നൂല് നെയ്യാൻ പോയി. എല്ലാ ദിവസവും ആ വിധവ സ്ത്രീ സ്റ്റെലയെ നൂല് നെയ്യാൻ കിണറിന്റെ അടുത്ത് പറഞ്ഞുവിടും. സ്റ്റെല അതനുസരിച്ച് വിരൽ മുറിയുന്നവരെ നൂല് നെയ്യുമായിരുന്നു. കിണറിന്റെ അടുത്ത് ഒരു തത്ത താമസിച്ചിരുന്നു. നൂല് നെയ്യുമ്പോൾ സ്റ്റെല അതുമായിട്ട് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം അവൾ നെയ്തുകൊണ്ടിരുന്നപ്പോൾ അവളുടെ വിരൽ മുറിഞ്ഞു. രക്തം സ്പിൻഡലിൽ കറ പറ്റിച്ചു. അവൾ സ്പിൻഡലിനെ കിണറ്റിൻകരയിൽ വെച്ചിട്ട് സ്പിൻഡൽ കഴുകാനായി വെള്ളമെടുക്കാൻ പോയപ്പോൾ സ്പിൻഡൽ കിണറ്റിനകത്തേക്ക് വീണു. ഇല്ല, ഈ കിണറ്റിലേക്ക് സ്പിൻഡിൽ വീണുപോയല്ലോ. ഞാൻ ഇനി എന്തു ചെയ്യും? ഇത് അന്വേഷിച്ചാൽ അമ്മ അറിഞ്ഞാൽ ദേഷ്യപ്പെടും. സ്റ്റെല വളരെയധികം ശ്രമിച്ചിട്ടും അവൾക്ക് സ്പിൻഡൽ എടുക്കാൻ പറ്റിയില്ല. അവൾ വീട്ടിലേക്ക് ഓടിയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ, സ്പിൻഡിൽ എന്റെ കയ്യിൽ നിന്ന് ആ കിണറ്റിലേക്ക് വീണു. എന്തുകൊണ്ട് സ്പിൻഡിലിന് പകരം നീ ആ കിണറ്റിലേക്ക് വീണില്ല? ഇനി എവിടെ നിന്നും ഞാൻ വേറൊരെണ്ണം കൊണ്ടുവരും. നീ പോയി അതിനെ കിണറ്റിൽ നിന്ന് എടുക്കൂ. സ്പിൻഡിലില്ലാതെ തിരിച്ച് നീ ഇങ്ങോട്ട് വന്നു പോകരുത്, മനസ്സിലായോ? കരഞ്ഞുകൊണ്ട് സ്റ്റെല വീണ്ടും കിണറ്റിൻകരയിലെത്തി. സ്പിൻഡൽ വെളിയിലെടുക്കാനായി അവൾ എല്ലാ കാര്യവും ചെയ്തിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതിരുന്നു. സ്റ്റെല സ്വയമായി കിണറ്റിലേക്ക് എടുത്തു ചാടി. അവൾ കണ്ണു തുറന്നപ്പോൾ അവൾ സ്വയം ഒരു മൈതാനത്തായിരുന്നു. സൂര്യൻ നല്ല തേജസ്സോടെ തിളങ്ങുകയായിരുന്നു. അവിടെ മുഴുവൻ സുന്ദരമായ പൂക്കളുമായിരുന്നു. ഞാൻ എവിടെയാണ്? എന്ത് സുന്ദരമായ സ്ഥലമാണിത്! എന്ത് രസമുള്ള സുഗന്ധം! സ്റ്റെല മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരത്തിൽ അവൾ ഒരു ബേക്കറി കണ്ടു. അവിടെ ഒരു ഓവനിൽ കുറെ ബ്രെഡുകൾ ഉണ്ടായിരുന്നു. ബ്രെഡുകൾ വിളിക്കുകയായിരുന്നു. അത് കണ്ടാൽ അതൊരു മാന്ത്രിക സ്ഥലം പോലെ ഉണ്ടായിരുന്നു. ഞങ്ങളെ വെളിയിലെടുക്കൂ, ഞങ്ങളെ വെളിയിലെടുക്കൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ കരയും. ഞങ്ങൾ കുറെ സമയം കൊണ്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ആരെങ്കിലും പുറത്തേക്ക് എടുക്കൂ. സ്റ്റെല അവരുടെ വിളി കേട്ടു. എന്നിട്ട് അവരെ ഓവനിൽ നിന്നും വെളിയിലെടുത്തു. വളരെ നന്ദി. സ്റ്റെല മുന്നോട്ട് നടന്നു. അവൾ ഒരു ആപ്പിൾ മരം കണ്ടു. ആ മരവും അവളോട് സംസാരിച്ചു. എന്റെ എല്ലാ ആപ്പിളും പഴുത്തു. പെട്ടെന്ന് തന്നെ ആരെങ്കിലും അത് പറിച്ചു കഴിക്കൂ, ഇല്ലെങ്കിൽ എല്ലാം കേടാകും. സ്റ്റെല മരം പറഞ്ഞത് കേട്ടു. അവൾക്ക് ആ മരത്തിന്റെ വിഷമം താങ്ങാനായില്ല. അവൾ ആ മരം പിടിച്ചു കുലുക്കിയപ്പോൾ ആപ്പിൾ മഴ പോലെ തന്നെ എല്ലാം വീഴാൻ തുടങ്ങി. സ്റ്റെല അവസാനത്തെ ആപ്പിൾ വീഴുന്നവരെ ആ മരം കുലുക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് അവൾ എല്ലാ ആപ്പിളും ഒരു വശത്ത് കൂട്ടിയിട്ടു അവിടെ നിന്നും പോയി. അവൾ അങ്ങനെ നടന്നപ്പോൾ അവൾ ഒരു കുടിൽ കണ്ടു. അവിടെ ഒരു വയസ്സായ സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീക്ക് പേടിപ്പിക്കുന്ന പല്ലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്റ്റെല്ല പേടിച്ചുപോയി. അവിടെ നിന്നും അവൾ ഓടാൻ തുടങ്ങി. ആ വയസ്സായ സ്ത്രീ അവളെ വിളിച്ചു. എന്നെ കണ്ട് നീ പേടിക്കണ്ട മകളെ. നീ എന്റെ വീട് നല്ലപോലെ നോക്കിയാൽ നിനക്കിവിടെ താമസിക്കാം. ഞാൻ നിനക്ക് വേണ്ടതെല്ലാം തരാം. അതിനു പകരമായി നീ എല്ലാ ദിവസവും എന്റെ മെത്ത വിരിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം, നീ അതിനെ തൂവൽ കൊണ്ട് നിറയ്ക്കണം. മഞ്ഞുകൊണ്ട് മഞ്ഞുകാലത്ത് ഭൂമി എങ്ങനെയാണോ നിറയുന്നത് ആ മഞ്ഞുപോലെ. പിന്നെ എല്ലാവരും എന്നെ മദർ ഹോലെ എന്ന് വിളിക്കും. മദർ ഹോലെ അവളോട് നല്ല സ്നേഹത്തോടെ സംസാരിച്ചു. അതുകൊണ്ട് സ്റ്റെല അവരുടെ കൂടെ താമസിക്കാൻ സമ്മതിച്ചു. സ്റ്റെല ആ വീടിനെ നല്ലപോലെ നോക്കി. എല്ലാ ദിവസവും സ്റ്റെല മദർ ഹോലയുടെ മെത്ത വിരിച്ചു. അവൾ മദർ ഹോലെ ആവശ്യപ്പെട്ടതെല്ലാം ചെയ്തു. മദർ ഹോലയ്ക്കും സ്റ്റെലയെ വളരെ ഇഷ്ടമായി. അതുകൊണ്ട് അവൾക്ക് നല്ല ആഹാരം കഴിക്കാൻ കൊടുത്തു. സ്റ്റെല അവിടെ കുറച്ചു സമയം താമസിച്ചു. പക്ഷെ അവൾക്ക് സ്വന്തം വീട് ഓർമ്മ വന്നു. മദർ ഹോളി എന്നോട് എന്ത് നല്ലപോലെ പെരുമാറി. അവർ എന്നെ നല്ലപോലെ നോക്കി. പക്ഷെ എനിക്ക് എന്റെ വീട് ഓർമ്മ വന്നു.
സ്റ്റെല മദർ ഹോലയുടെ കൂടെ വളരെ സന്തോഷത്തിൽ ആയിരുന്നു. പക്ഷെ അവൾ ആലോചിച്ചു തിരിച്ചു വീട്ടിലേക്ക് പോകേണ്ട സമയമായി എന്ന്. അതുകൊണ്ട് ഒരു ദിവസം അവൾ മദർ ഹോലയോട് പറഞ്ഞു, മദർ ഹോളെ, എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ഇവിടെ ഇനി കൂടുതൽ എനിക്ക് താമസിക്കാനാവില്ല. നീ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ ഇവിടെ നല്ലപോലെ നോക്കി. ഞാൻ നിന്റെ കൂടെ സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഞാൻ സ്വയം നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവിടും. സത്യമായിട്ടും വളരെ നന്ദി മദർ ഹോളെ. മദർ ഹോലെ അവളുടെ കൈ പിടിച്ച് അവളെ ഒരു വലിയ സ്വർണ്ണ വാതിലിന്റെ അടുത്ത് കൊണ്ടുവന്നു. വാതിൽ തുറന്നു. സ്റ്റെല വാതിലിന്റെ ആദ്യ പടി കടന്ന നിമിഷം അവളുടെ മുകളിൽ സ്വർണ്ണമഴ പെയ്യാൻ തുടങ്ങി. അവൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അവൾ തല മുതൽ കാല് വരെ സ്വർണത്തിലായിരുന്നു. എന്നെ വളരെയധികം സ്നേഹത്തോടെ നോക്കിയതിനുള്ള നിന്റെ സമ്മാനമാണിത്. ഇതാ നിന്റെ സ്പിൻഡിൽ നീ കിണറ്റിൽ വീഴ്ത്തിയത്. സ്റ്റെല ആലോചിക്കുകയായിരുന്നു, ഇതെല്ലാം സത്യമാണോ അതോ വെറും ഒരു സ്വപ്നമാണോ എന്ന്. അവളുടെ മുഴുവൻ ജീവിതത്തിൽ അവൾക്ക് ഇത്രയും അധികം സ്നേഹം ആരുടെ കയ്യിൽ നിന്നും കിട്ടിയില്ലായിരുന്നു. അവളുടെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. പിന്നെ വാതിലടഞ്ഞു. അപ്പോൾ സ്റ്റെല കണ്ടു അവൾ വളർത്തമ്മയുടെ വീടിന്റെ അടുത്തുള്ള കിണറ്റിൻകരയിൽ നിൽക്കുവാണെന്ന്. സ്റ്റെലയെ കണ്ട ഉടൻ ആ തത്ത അവിടെ വന്നു. അപ്പോൾ സ്റ്റെലയുടെ തോളത്തിരുന്ന് അത് പറഞ്ഞു, ഇതാ ഇവൾ വന്നു. നിങ്ങളുടെ മകൾ മുഴുവൻ സ്വർണത്തിൽ. അവൾ തിരിച്ചു വന്നിരിക്കുന്നു. തത്ത അത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. സ്റ്റെല വീട്ടിലെത്തിയപ്പോൾ അവളുടെ വളർത്തമ്മയും സഹോദരിയും അവളെ കണ്ട് അതിശയിച്ചു. കാരണം അവൾ തല മുതൽ കാല് വരെ സ്വർണത്തിലായിരുന്നു. അവർ സന്തോഷത്തോടെ അവളെ അകത്തേക്ക് വിളിച്ചു. സ്റ്റെല്ല, എന്റെ മകളെ, നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പിന്നെ നിനക്കിതെല്ലാം എവിടെ നിന്നും കിട്ടിയതാ? സ്റ്റെല അവരോട് എല്ലാ കാര്യവും പറഞ്ഞു. അവളുടെ കഥ മുഴുവൻ കേട്ടതിന് ശേഷം വളർത്തമ്മയുടെ മനസ്സിൽ കൊതി തോന്നി. വാവ്, ഇത്രയധികം സ്വർണമോ? ഞാൻ ബെല്ലയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ ഞാൻ അധികം പണക്കാരിയാകും. സ്റ്റെലയെ പോലെ തന്നെ വളർത്തമ്മ ബെലയും കിണറ്റിൻകരയിൽ നൂല് നെയ്യാൻ പറഞ്ഞു വിട്ടു. ബെല സ്വന്തം വിരൽ മുള്ളുകൊണ്ട് കുത്തി. അങ്ങനെ ചോര വരാൻ തുടങ്ങി. അവൾ ആ ചോര സ്പിൻഡിലിൽ വീഴ്ത്തി. അത് കിണറ്റിലേക്ക് എറിഞ്ഞിട്ട് അവൾ സ്വയം കിണറ്റിലേക്ക് എടുത്ത് ചാടി. സ്റ്റെലയെ പോലെ തന്നെ അവളുടെ കണ്ണുകളും ഒരു വലിയ മൈതാനത്തിലാണ് തുറന്നത്. അവൾ എഴുന്നേറ്റു മുന്നോട്ട് നടന്നു. അവൾ ബേക്കറി എത്തി. ഓവനിലെ ബ്രെഡുകൾ നിലവിളിക്കാൻ തുടങ്ങി. ഞങ്ങളെ വെളിയിലെടുക്കൂ, ഞങ്ങളെ വെളിയിലെടുക്കൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ കരയും. ഞങ്ങൾ കുറെ സമയം കൊണ്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ആരെങ്കിലും പുറത്തേക്ക് എടുക്കൂ. നിങ്ങൾക്കെന്താ പ്രാന്താണോ? നിങ്ങൾക്കായി ഞാൻ എന്തിനെന്റെ കൈ ചീത്തയാക്കണം? ബെല അങ്ങനെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങി. അവൾ അത് കഴിഞ്ഞ് ആപ്പിൾ മരത്തിന്റെ മുന്നിലെത്തി. എന്റെ എല്ലാ ആപ്പിളും പഴുത്തു. പെട്ടെന്ന് തന്നെ ആരെങ്കിലും അത് പറിച്ചു കഴിക്കൂ, ഇല്ലെങ്കിൽ എല്ലാം കേടാകും. നിങ്ങൾക്കെന്താ പ്രാന്താണോ? ഞാൻ എന്തിനു പറിക്കണം? എന്റെ തലയിൽ ആപ്പിൾ വന്ന് വീണാലോ? അവൾ മരത്തിനോടും ദേഷ്യത്തോടെ സംസാരിച്ചിട്ട് അവിടെ നിന്നും പോയി. അവസാനം അവൾ മദർ ഹോലയുടെ വീട്ടിലെത്തി. അവൾ സ്റ്റെലയിൽ നിന്നും മദർ ഹോലയുടെ പീഡിപ്പിക്കുന്ന പല്ലുകളെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഒട്ടും പേടിക്കാതെ അവൾ സ്വയം മദർ ഹോലയോട് ജോലി ആവശ്യപ്പെട്ടു. മദർ ഹോളെ, ഞാൻ കേട്ടു നിങ്ങൾക്ക് ജോലിക്കാരെയോ ആവശ്യമുണ്ടെന്ന്. ദയവായി എനിക്ക് ആ ജോലി തരണം. മദർ ഹോലെ എല്ലാ ജോലിയും അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. കൂട്ടത്തിൽ പറഞ്ഞു അവർക്ക് എങ്ങനെയാണ് അവരുടെ മെത്ത എല്ലാ ദിവസവും വേണ്ടതെന്ന്. ആദ്യ ദിവസം ബെല മദർ ഹോലയെ അനുസരിച്ചു. പക്ഷെ അടുത്ത ദിവസം മുതൽ അവൾ ഉഴപ്പാൻ തുടങ്ങി. മൂന്നാം ദിവസം അവൾ ഒന്നും ചെയ്തില്ല. അവൾ അങ്ങനെ തന്നെ മുഴുവൻ ദിവസവും ഉറങ്ങാൻ തുടങ്ങി. അവൾ മദർ ഹോലയുടെ മെത്തയിൽ തൂവൽ വിരിക്കുന്ന കാര്യം പോലും അവൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. തൂവൽ മെത്തയിൽ കാണാതായപ്പോൾ മദർ ഹോലെ ദേഷ്യപ്പെട്ടു. അവൾ ബെലയുടെ അടുത്ത് ചെന്നു അവളോട് പറഞ്ഞു, ഹേയ്, ഞാൻ കരുതി നീ തിരിച്ച് വീട്ടിലേക്ക് പൊക്കോളുമെന്ന്. ബെല അത് കേട്ടതും സന്തോഷിച്ചു. അവൾ വിചാരിച്ചു അവൾക്കിപ്പോൾ സ്വർണം കിട്ടുമെന്ന്. മദർ ഹോലെ അവളെ സ്വർണത്തിന്റെ വാതിലിന്റെ അടുത്ത് കൊണ്ടുപോയി. ബെല സ്വർണവാതിൽ തുറന്ന ആദ്യ പടി കടന്നതും സ്വർണത്തിന് പകരം അവളുടെ മേളിൽ ചെളിമഴ പെയ്തു. നിനക്കുള്ള സമ്മാനമാണിത്. എനിക്ക് നീ തന്ന ജോലിക്കുള്ള വലിയ സമ്മാനം.
വാതിലടഞ്ഞു. അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. തത്ത അവളെ കണ്ടു. എന്നിട്ട് കിണറ്റിൻകരയിലിരുന്ന് വിളിച്ചു പറഞ്ഞു, ഇതാ ഇവൾ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ മകൾ ചെളിയിൽ വീണ് വിരൂപയായി തിരിച്ചെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, അനുകരണത്തിനും ബുദ്ധി വേണമെന്ന്. സ്റ്റെലയെ പോലെ തന്നെ ബെലയും മദർ ഹോലയുടെ വീട്ടിൽ എത്തുന്നതിൽ സഫലമായി. അവളുടെ അലസതയും ജോലി ചെയ്യാതിരിക്കുന്നതും കൊണ്ട് അവൾ സ്വർണത്തിന് പകരം ചെളിയാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാം നമ്മൾ ഏത് കാര്യവും ആത്മാർത്ഥതയോടെയും സന്തോഷത്തോടെയും ചെയ്യണമെന്ന്.